നിലമ്പൂർ എം.എൽ.എ ആയിരുന്ന പി.വി. അൻവർ കുറേ നാളുകൾക്ക് മുമ്പ് എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തുടർന്ന് എം.ആർ. അജിത് കുമാറിനെതിരെ തൃശൂർ പൂരം കലക്കിയതിൽ അടക്കം അന്വേഷണം നടന്നിരുന്നു. അതിൽ ക്ലീൻ ചിറ്റ് കിട്ടിയിരുന്നു. തുടർന്ന് എം.ആർ. അജിത് കുമാർ അനധികൃത സ്വത്ത് സംഭാവന അടക്കമുള്ള കേസുകൾ വിജിലൻസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ അകത്ത് അജിത് കുമാറിൻ്റെ ആഡംബര വസതിയുടെ നിർമ്മാണമുണ്ട്, മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ മരമുറി വിവാദമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചാണ് അടുത്തതായി സംസാരിക്കുന്നത്. അജിംസ്, അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ വന്നൊരു വാർത്ത അദ്ദേഹത്തിന് മറ്റേ DGP ആയിട്ടുള്ള ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചെന്നായിരുന്നു. ഏകദേശം ഡിസംബറിലായിരുന്നു വന്നിരുന്നത്. ഇപ്പോഴാകട്ടെ പൂരം കലക്കലിൻ്റെ റിപ്പോർട്ട് വന്നു. ഇപ്പോൾ അതിനുശേഷം അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്? DGP ആയി തന്നെ അദ്ദേഹം വരുമോ? വളരെ എളുപ്പമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. CH ചോയ്സ് പോലെ തന്നെ ജൂലൈയിൽ ഷെയ്ഖ് ദർവേസ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ടെന്യൂർ കഴിയുകയാണ്, അദ്ദേഹം വിരമിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ ഈ അടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ, അതായത് 3 മാസം മുമ്പ് UPSCക്ക് ഒരു ലിസ്റ്റ് കൊടുക്കണം. സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള DGP പദവിയിലുള്ള ആളുകളെ ലിസ്റ്റ് കൊടുക്കണം UPSC അതിൽ നിന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് 3 പേർ ലിസ്റ്റ് തിരിച്ചയക്കും. അതിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് അപ്പോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ UPSCയുടെ മാനദണ്ഡപ്രകാരം ഒരു 30 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളൊരു IPS കാരനായിരിക്കണം സംസ്ഥാന പോലീസ് മേധാവി ആവേണ്ടത്. 3 മാസമെങ്കിലും അദ്ദേഹത്തിന് സർവീസ് ബാക്കി ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാളാണ് ആ സെലക്റ്റഡ് ലിസ്റ്റിൽ വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 4-5 പേർ കേരള കേഡറിലുണ്ട്, ഈ 30 വർഷത്തിന് മേൽ സർവീസിലുള്ള ആളുകൾ. ഒരുപക്ഷെ എം.ആർ. അജിത് കുമാറിനേക്കാൾ സർവീസുള്ള ആളുകൾ IPS കാരും കേരളത്തിലുണ്ട്. ഇപ്പോൾ നിലവിൽ DGP തസ്തികയിലുള്ള ജയിൽ മേധാവി പത്മകുമാർ വിരമിക്കാൻ പോവുകയാണ്. അടുത്ത മാസം, അതിൻ്റെ തൊട്ടടുത്ത മാസം മറ്റും വിരമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എം.ആർ. അജിത് കുമാറിന് മുമ്പിൽ മലയാളികളായ IPS ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ആ ലിസ്റ്റിൽ എം.ആർ. അജിത് കുമാറിന് മുമ്പിൽ മറ്റാരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെയുള്ളത് മനോജ് എബ്രഹാമാണ്. മനോജ് എബ്രഹാം അർത്ഥത്തിൽ സീനിയോറിറ്റിയിൽ താഴെയാണ്, എം.ആർ. അജിത് കുമാറിനേക്കാൾ താഴെയാണെന്ന് തോന്നുന്നു. പക്ഷേ മനോജ് എബ്രഹാമും അജിത് കുമാറുമാണ് പ്രധാനമായും സർക്കാരിന് മുമ്പിൽ വരാൻ സാധ്യതയുള്ള 2 പേരുകൾ. അതിലാരെ ചൂസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എം.ആർ. അജിത് കുമാർ കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയാവും. അതിന് എനിക്ക് എൻ്റേതായ ലോജിക്കുണ്ട്. ആ ലോജിക്കിലെ ഒന്നാമത്തെ കാരണം, ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരു IPS ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത്രമാത്രം കുപ്രസിദ്ധനായ മറ്റൊരു IPS ഉദ്യോഗസ്ഥനാണ് രമൺ ശ്രീവാസ്തവ. രമൺ ശ്രീവാസ്തവയ്ക്കെതിരെയുള്ള ആരോപണം വന്ന് അദ്ദേഹം സ്വയം തന്നെ ഒരു വർഗീയവാദിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. വയർലെസ് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ വയർലെസ് സന്ദേശം കേട്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അത് ചെവി കൊണ്ട് കേട്ട ആളുകൾ. രമൺ ശ്രീവാസ്തവയേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ് എം.ആർ. അജിത് കുമാർ. രമൺ ശ്രീവാസ്തവയെ ചാരക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു. അത് പിന്നീട് ഒരു വ്യാജ കേസായിരുന്നു എന്ന് തെളിഞ്ഞു. പക്ഷേ രമൺ ശ്രീവാസ്തവ പക്ഷേ സിറാജുന്നിസ വെടിവെപ്പ് കേസ് ഓർമ്മയുണ്ടാവും, അതിൽ അദ്ദേഹം സ്വയം വർഗീയവാദിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട, അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. ഈ മരമുറിയൊക്കെ ചെറിയ ചീള് കേസ് അതല്ല ഇതിലെ പ്രധാന പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പി.വി. അൻവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കടത്തുകാരെ സഹായിച്ചുകൊണ്ട്, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചുകൊണ്ട് പിന്നീട് അവരുടെ സ്വർണം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചെടുക്കുന്നു, അതിലൊരു വിഹിതം പറ്റുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടെന്നുള്ളതാണ് അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അദ്ദേഹം RSS നേതൃത്വമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. ഇത് രണ്ടും സംബന്ധിച്ച് അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അന്വേഷണം എവിടെ ആയെന്നും ഒരു പിടിയില്ല. അത് സംബന്ധിച്ച് അന്വേഷണം 6 തലങ്ങളിലാണ് നടക്കുന്നത്. 6 തലങ്ങളിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം. മറ്റൊന്ന് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. പക്ഷേ എം.ആർ. അജിത് കുമാർ തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. DGP ആ റിപ്പോർട്ട് വായിച്ചിട്ട് ഇത് ഇങ്ങനെ അന്വേഷണം പോരാ, കൂടുതൽ ഇൻഡെപ്ത് അന്വേഷണമാണെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തതാണ്. എം.ആർ. അജിത് കുമാർ തന്നെ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയതിന് മേൽ ഗൂഢാലോചനയുണ്ട്. ഇത് മറ്റാരുമല്ല, എം.ആർ. അജിത് കുമാറാണ്. ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രിമിനൽ കോൺസ്പിരസിയാണ്. ഒരു പബ്ലിക് ഫംഗ്ഷൻ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ക്രിമിനൽ കോൺസ്പിരസിയാണ്. അതിൽ പൊളിറ്റിക്കൽ മോട്ടീഫുണ്ട് എന്നാണല്ലോ അതിനർത്ഥം. അതാണ് ആരോപണം. എങ്കിൽ ഈ 6 ടയർ അന്വേഷണം, ഇപ്പോൾ നടക്കുന്ന 6 ടയർ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് FIR ഇടാത്തത്? ഒരു ക്രിമിനൽ കോൺസ്പിരസി നടന്നു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അത് ചെറിയ ആളല്ല അത് പറയുന്നത്, ADGP പറയണം. അദ്ദേഹം തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ പറയുകയാണ് അവിടെ ഒരു ക്രിമിനൽ കോൺസ്പിരസി നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു FIR ഇല്ല. ഗൂഢാലോചന നടത്തി എന്നതിനെക്കുറിച്ച്, അതായത് തൃശ്ശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്തിയത് ADGP ആണെങ്കിൽ
ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് ഒരു FIR കേസ് അന്വേഷിക്കാത്തത്? അതിനർത്ഥം MR അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ പിണറായി വിജയൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെ എത്ര വലിയ ആക്ഷേപം ഉയർന്നാലും, ഇപ്പോൾ ഉയർന്നിട്ടുള്ള ലെവൽ ചെയ്യപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾക്കപ്പുറം ഇനി എന്ത് ആക്ഷേപം ഉയർന്നാലും, ആ ആക്ഷേപങ്ങളിൽ എത്ര അന്വേഷണം നടന്നാലും അദ്ദേഹം വരുന്ന ജൂലൈയിൽ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാവും. ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ പിണറായി വിജയൻ. അത് ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന ഉത്തരവിനകത്ത് എന്തിനാണ് മാറ്റിയെന്നോ എന്തിനാണോ യാതൊരു വിശദാംശവും അതെല്ലാം ഇതിൽ വ്യക്തമാണ്. അത് എന്തിനു വേണ്ടിയാണത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി വരുമ്പോൾ അത് എന്തിനു വേണ്ടിയുള്ള നടപടിയാണെന്ന് ഒരു രേഖയിൽ പോലും വരാതിരിക്കുക, അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് FIR ഇടുന്നില്ല ഈ അന്വേഷണത്തിൽ? അപ്പോൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു ചോദ്യം ഉയർന്നു, ഈ തൃശ്ശൂർ പൂരം കലക്കിയത് ബോധപൂർവമാണ് എന്ന റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? എന്തിനെക്കുറിച്ച് ചോദിക്കുന്നത്? ADGP MR അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് N ഷംസുദ്ദീൻ ചോദിക്കുന്നത്. അത് പുറത്തു വന്ന വിവരങ്ങളാണ്. അതിൽ പോലും മുഖ്യമന്ത്രി ഒരു മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ്? മറുപടി പറഞ്ഞാൽ അത് റെക്കോർഡായി കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ എലിവേഷനെ ബാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. അപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് MR അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ. അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിജിലൻസിലുള്ള പരാതി, അതിൽ നടന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പോവുകയാണ്. ആ വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഡെഫേർഡ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറയുന്നു. തൃശ്ശൂർ പൂരം സംബന്ധിച്ച കേസ് അന്വേഷണം നടക്കുകയാണ്. അതിറങ്ങിയ ഉത്തരവിൽ പോലും, അതായത് ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഈ 6 ടയർ അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പോലും അതിന് കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടായില്ല. ഇത്ര കാലത്തിനുള്ളിൽ അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എത്ര കാലം വേണമെങ്കിലും ആവാം. അടുത്ത സർക്കാരിൻ്റെ കാലത്തേക്ക് പോലും അത് നീളാം. അപ്പോഴേക്കും ഒരുപക്ഷെ MR അജിത് കുമാർ റിട്ടയർ ചെയ്തിട്ടുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും RSSകാരുമായുള്ള ബന്ധവും RSS നേതൃത്വമുള്ള ബന്ധവും സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതൊരു കേസാവുകയോ അന്വേഷണം നടക്കുകയോ ചെയ്യുന്നതായിരുന്നില്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് അത് പൊതുജനം എങ്ങനെ കാണുന്നു എന്നുള്ളതായിരുന്നു. അതായത് ഇത്രയും ഉയർന്നൊരു ഉദ്യോഗസ്ഥനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതേക്കുറിച്ച് അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ പാർട്ടിയിലെ അണികൾ എന്ത് ചിന്തിക്കും, പൊതുജനം എന്ത് ചിന്തിക്കും എന്നുള്ളത് മാത്രമായിരുന്നു പിണറായി വിജയൻ്റെ കൺസേൺ. അതുകൊണ്ടാണ് ആ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന വിധം അൻവറിനെ അദ്ദേഹം വെർബലി അറ്റാക്ക് ചെയ്യുന്നത്. അൻവറിന് നിവൃത്തിയില്ലാതെ എന്താ പറയുക, ഹതാശനായി അദ്ദേഹം മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, MLA സ്ഥാനം രാജിവെക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അൻവർ അത് ഉന്നയിക്കുന്ന സമയത്ത് CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം തുടങ്ങി പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഈ മാസങ്ങളിൽ, ഈ 6-7 മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആലോചന പാർട്ടിക്കോ പിണറായി വിജയനോ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ നിന്നുണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അൻവർ ആ വിഷയം ഉന്നയിക്കുമ്പോൾ അൻവറിന് എവിടെ നിന്ന് ഇത്രയും വിവരങ്ങൾ കിട്ടുന്നു എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും പാർട്ടിയിലെ ഉന്നതർ അൻവറിനെ സഹായിക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായ നിഗമനങ്ങളിൽ ആളുകൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ആ പാർട്ടി സമ്മേളനങ്ങളിൽ എവിടെയും പിണറായി വിജയനെതിരെ ഒരു അക്ഷരം ഉന്നയിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിനെ കീറി മുറിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കും പാർട്ടി സമ്മേളനങ്ങളെന്ന് പറഞ്ഞു, മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ആഭ്യന്തര വകുപ്പിനെതിരെ സവിശേഷമായ ഒരു വിമർശനവും ഈ പാർട്ടി സമ്മേളനങ്ങളിൽ എവിടെയും ഉയർന്നിട്ടില്ല. മറ്റൊരു കാര്യം, അൻവറിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ അൻവർ ഒരു തമാശ കഥാപാത്രമായി CPM അണികൾക്കിടയിൽ മാറുന്ന വിധം കൃത്യമായ മെസ്സേജ്, കൃത്യമായ പ്രചാരണം പാർട്ടിക്കകത്ത് തന്നെ നടത്താൻ സാധിച്ചു. ഇനിയിപ്പോൾ അൻവർ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിന് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വിധം, പാർട്ടിക്കകത്ത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിധം അതിനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, RSSുമായിട്ടുള്ള ബന്ധം എന്ന ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിന് യഥാർത്ഥത്തിൽ അടിത്തറ പകരുന്ന ഒന്നാണ് MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാവുക എന്നുള്ളത്. അത്തരമൊരു നടപടി, അത് MR അജിത് കുമാറിനെതിരെ RSS ബന്ധമുണ്ടെന്ന ആക്ഷേപം ഉന്നയിച്ചത് അൻവർ മാത്രമല്ല, CPI കൂടിയാണ്. CPIക്ക് അതിശക്തമായ വിയോജിപ്പ് അക്കാര്യത്തിലുണ്ട്. ആ പാർട്ടി എന്ന നിലയിൽ അതിനുണ്ട്. അപ്പോൾ ഭരണകക്ഷിയിലെ ഒരു ഘടകകക്ഷിക്ക് പോലും വിയോജിപ്പുള്ളപ്പോൾ അദ്ദേഹത്തെ എലിവേറ്റ് ചെയ്യാനുള്ള ശ്രമം, അതേ ലിസ്റ്റിൽ വരുന്നത്, അദ്ദേഹത്തിനെതിരായ വിജിലൻസ് കേസുകളിൽ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള മറ്റ് ഗുരുതരമായ ആരോപണങ്ങളിലുള്ള അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നിങ്ങൾ വിമർശിച്ചോളൂ, പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പിണറായി വിജയൻ സ്റ്റൈലിൽ, ആ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിങ്ങനെ തെളിയിക്കുമ്പോൾ പോലും, RSS ബന്ധമുണ്ട് MR അജിത് കുമാറിന് തെളിയിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഡാമേജ്, അതിനെക്കുറിച്ച് പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ കൺസേൺഡേ അല്ല എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ ഇൻ ഫ്ലിപ്പ് ഓഫ്
ഒരു പക്ഷേ അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണകരമാകും എന്ന ആത്മവിശ്വാസം കൂടി CPM-നും പിണറായി വിജയനും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അൻവർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നും അതൊരു ഘട്ടം കഴിയുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുന്നു. അതായത് അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി വാഴിക്കുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന ദീർഘദൃഷ്ടി കൂടി ഈ നീക്കങ്ങളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള എനിക്ക് ഒന്നോ രണ്ടോ ജില്ലാ സമ്മേളനങ്ങളിൽ ഇത് കണക്ക് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നായിരുന്നു. മൊത്തത്തിൽ ഉയർന്നിരുന്നില്ല എന്നല്ല. നിഷാദെ, ഇതിൽ വേറൊന്ന് കാണേണ്ടത് അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് ചെയ്യുമ്പോഴേ നമ്മളടക്കം എല്ലാവരും 1.5 മാസത്തോളം ചർച്ച ചെയ്താണ് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ. ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും ഇല്ല എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അൻവർ ഇപ്പുറത്തേക്ക് ചാടുന്നു, പുതിയൊരു പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് മറിച്ചൊന്നും ആ ആരോപണങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു സാമാന്യ ലോജിക്കുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിച്ചിരുന്നുവോ എന്ന എം സ്വരാജിൻ്റെ പോസ്റ്റാണ് ഓർമ്മ വരുന്നത്. കാരണം ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ അതിന്മേലുള്ള ഒരു അന്വേഷണവും തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ആരോപണം ഉന്നയിച്ച ആൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയാതെ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി വന്നതോടുകൂടി മലബാറിലെ കള്ളക്കടത്ത് സംഘങ്ങൾ അസ്വസ്ഥരാണ് എന്നാണ് മുഖ്യമന്ത്രി ഇതിനോട് ആദ്യമായി പ്രതിവചിച്ചത്. എന്നുവെച്ചാൽ അതിൻ്റെ സന്ദേശം എന്താണ്? ഈ അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊന്നും ശരിയല്ല, കള്ളക്കടത്തുകാർ അസ്വസ്ഥരായതുകൊണ്ട് അവർ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ക്ലിയറാണ്. ഈ ഉന്നയിക്കുന്ന ആരോപണം ശരിയല്ല, ഇത് കള്ളക്കടത്തുകാർക്ക് വേണ്ടിയുള്ള ആരോപണമാണ് എന്ന മെസ്സേജ് അദ്ദേഹം എല്ലാവർക്കും കൊടുത്തു. പാർട്ടിക്കും കൊടുത്തു, അന്വേഷണ സംവിധാനങ്ങൾക്കും സർക്കാരിനകത്തുള്ള എല്ലാവർക്കും കൊടുത്തു. മുഖ്യമന്ത്രി ആദ്യം തന്നെ അങ്ങനെ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആരന്വേഷിക്കാൻ, എന്തന്വേഷിക്കാൻ? കള്ളക്കടത്തുകാരുടെ ആരോപണമാണിത്, വസ്തുതയല്ല എന്ന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതിന് കുറുകെ ഒരു അന്വേഷണം നടക്കുമോ? അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരിക? ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അന്ന് തന്നെ ഈ അന്വേഷണത്തിൻ്റെ സകല സാധ്യതകളും അടയ്ക്കപ്പെട്ടതാണ്. അന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു തറോ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് അൻവറിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ചാണ്. ഈ ഉയർത്തിയ ആരോപണങ്ങളൊന്നും അദ്ദേഹം ഗൗരവത്തിൽ കണ്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ശൈലി അതാണ്. അദ്ദേഹം വ്യക്തിപരമായി ചില ആളുകളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ മലയിളകി വന്നാലും അദ്ദേഹം അവരെ തള്ളിപ്പറയില്ല. തൻ്റെ പാർട്ടി അതിൻ്റെ പേരിൽ പൊതുമധ്യത്തിൽ പഴി കേൾക്കുന്നുവെന്ന് വന്നാലും അദ്ദേഹം അവരെ കൈവിടില്ല. അത് നമുക്ക് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയും. തൻ്റെ പാർട്ടി എന്താണോ നയപരമായി നിൽക്കുന്ന ഒരു പൊസിഷൻ, അത് RSSനെതിരാണ്. അപ്പോൾ തങ്ങൾ ഇന്ത്യയിൽ ആകപ്പാടെ ഒരിടത്ത് CPIM ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഒരു DGP ADGP പോയി RSSകാരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നു. രാഷ്ട്രീയമായും കുഴപ്പമാണ്, ടെക്നിക്കലി എല്ലാം കുഴപ്പമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളാണ് അജിത് കുമാർ. അദ്ദേഹം കൈവിടില്ല. P ശശി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് നമുക്കറിയാം. മലീമസമായ രാഷ്ട്രീയ ചരിത്രമുള്ള ആളാണ് P ശശി എന്ന ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഗുരുതരമായ ആക്ഷേപം കേട്ട് പുറത്തുപോയാൽ പാർട്ടിയിൽ വരുന്നു, വളരെ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ആക്ടിംഗ് മുഖ്യമന്ത്രിയായി മാറുന്നു. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതൊക്കെ നിലയ്ക്കുള്ള ആക്ഷേപം നേരിട്ടാലും ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും തനിക്ക് പ്രിയപ്പെട്ടവരെങ്കിൽ താൻ അയാളെ സംരക്ഷിച്ചിരിക്കും എന്ന് കാണണം. ഇപ്പോൾ ചുമ്മാ വെറുതെ നോക്കൂ, സ്വർണ്ണക്കള്ളക്കടത്തിലെ ശിവശങ്കർ, അദ്ദേഹം നേരിട്ട ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്, നേരിടുന്ന നിയമ നടപടികൾ എന്താണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴും പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ചൊരു മോശം വാക്ക്. മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു, വ്യക്തിപരമായ ചില ദൗർബല്യങ്ങളുടെ പേരിൽ വേട്ടയാടി ഇല്ലാതാക്കിയില്ലേ നിങ്ങളന്ന് കഴിഞ്ഞ മാസം കൂടി ചോദിച്ചു. എന്ന് വെച്ചാൽ തനിക്ക് പ്രിയപ്പെട്ടവരാരാണോ, തനിക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ട് ചെയ്തു തരുന്നവരാരാണോ ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അത് CPIയുടെ വിയോജിപ്പോ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വിയോജിപ്പോ സ്വന്തം പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന വിയോജിപ്പോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അതുകൊണ്ട് അജിത് കുമാർ സകലാർത്ഥത്തിലും സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ തത്സമയ കാഴ്ച കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അവിടെ നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിൻ്റെ DGP പദവിയിലേക്ക്, സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിലേക്ക് അദ്ദേഹം ആസനസ്ഥനാവുന്നതുവരെ അതിനിടയിൽ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്ന് സർക്കാരിന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമ്പോൾ അതെന്തിന് നീക്കി, എന്തെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ, നടപടിയാണോ എന്ന കാര്യമൊന്നും രേഖപ്പെടുത്തുക. അത് ജസ്റ്റ് ഒരു ഡ്യൂട്ടി അറേഞ്ച്മെൻറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുപോലൊരു കുറിപ്പ് സർക്കാർ പുറത്തുവിട്ടത് അദ്ദേഹത്തെ സംരക്ഷിച്ച് ഉയർത്തി നിർത്താനാണ്. ഒരു കാര്യമുള്ളത് നമ്മൾ കാണേണ്ടത്, ഇപ്പം RSSുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു വലിയ പ്രശ്നമായിട്ട് ആര് കാണുന്നുണ്ട്? ബിനോയ് വിശ്വം കാണുന്നുണ്ട്, CPI കാണുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തെ വളരെ ആരോഗ്യകരമായി നോക്കി കാണുന്ന മനുഷ്യരെല്ലാവരും ഇടതുപക്ഷത്തിന് കീഴിലുള്ള ഒരു ഓഫീസർ RSSനെ കാണുന്നത് പ്രശ്നമായി കാണുന്നുണ്ട്. പിണറായി വിജയൻ കാണുന്നില്ല. എന്തിനാണ് നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കുന്ന ആറ്റിറ്റ്യൂഡ് അദ്ദേഹം തുടക്കം മുതൽ? RSSൻ്റെ ചീഫിന് 2 തവണ കണ്ടാൽ എന്താ കുഴപ്പം? MP ഗോവിന്ദൻ ചോദിക്കുന്നതാണ്. നമുക്ക് സ്പീക്കർ AN ഷംസീർ, RSS ഒരു പ്രമുഖ സംഘടനയാണ് ഇന്ത്യയിലേത്, അതിൻ്റെ ചീഫിനെ വല്ലപ്പോഴും പോയി കണ്ടാലുള്ള കുഴപ്പം എന്നാണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്നതിലേക്ക് അവർ പരുവപ്പെട്ടു. കാരണം അവരുടെ അധികാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട അധികാരത്തിൻ്റെ ഭാഗമായ ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ കേന്ദ്രീകരണം. അല്ലാതെ അടിസ്ഥാന രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി സംസാരിക്കുകയല്ല.
എന്തിനാണ് ഈ അജിത് കുമാറിനെ മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സകല വിഷയത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഇഴകേറി പറയുന്ന സഖാവ് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ പറയും എന്താണ്? അല്ല, നിങ്ങൾക്കറിയാലോ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്ന് തുറന്ന രാഷ്ട്രീയം പറയാൻ അധൈര്യപ്പെടുന്ന ഒരു CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ PB അംഗത്തെ നമ്മൾ കാണുകയാണ്. എന്ന് വെച്ചാൽ കേവലമായൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ എത്രമാത്രം ഒരു പാർട്ടിക്ക് രാഷ്ട്രീയമായി ചുരുങ്ങാൻ കഴിയും എന്നതിൻ്റെ മാക്സിമത്തിൽ അവർ പോയി നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂരം കലക്കൽ, മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു പൂരം കലക്കലിലെ അന്വേഷണം എന്തായി? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. 1 വർഷം മുമ്പ് ഉത്തരവിട്ടതാണ്. 1 വർഷമോ 6-7 മാസമായി ഉത്തരവിട്ടത്. എന്തായാലും അന്വേഷണം ശരിയാവണ്ണം പുരോഗമിക്കുന്നു, നടപടിയെടുക്കുന്നല്ല. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, സ്വാഭാവികമായ നടപടികളുണ്ടാവും. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, നടക്കുന്നു എന്ന് പോലുമല്ല. ആ പൂരം കലക്കലിൻ്റെ കാര്യത്തിലും സർക്കാരിൻ്റെ നിലപാടെന്നാണ്. പൂരം കലങ്ങിയിട്ടില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പൂരം ആരും കലക്കിയിട്ടൊന്നുമില്ല. പൂരത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ MLA-യും ഒപ്പം തന്നെ സുനിൽകുമാറും അടക്കമുള്ള ആൾക്കാരും നിയമസഭയിലടക്കം വലിയ നീണ്ട പ്രസംഗങ്ങളാണ് നടത്തിയത്, ഈ അവിടുത്തെ MLA ഒക്കെ. പൂരം കലങ്ങിയെന്ന് സുരേഷ് ഗോപിക്ക് പോലും പോകാതുമില്ല. അതെ, ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ സർക്കാർ നിലപാടെന്നാണ്, അങ്ങനെ കലങ്ങിയിട്ടൊന്നുമില്ല, കലക്കാൻ ചില ആളുകൾ ശ്രമിച്ചു, അതിനെ ഫലപ്രദമായി തടഞ്ഞു എന്നാണ്. അപ്പം പിണറായി വിജയൻ്റെ ആവർത്തിച്ചുള്ള കേരളീയ പൊതുസമൂഹത്തോടും ഈ മാധ്യമങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? RSS-നെ കണ്ടത് വലിയ കുറ്റമാണോ? നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്നത്? പൂരം കലക്കാൻ അവിടെ സുരേഷ് ഗോപി വന്ന് രാഷ്ട്രീയ നേട്ടം എടുത്തതിനെ നമ്മൾ ഇത്രയൊക്കെ സീരിയസ് ആയി കാണേണ്ട കാര്യമുണ്ടോ എന്ന മട്ടിൽ പോവുകയാണ്. ഇത് കാരണം ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുപ്പക്കാരെ സംരക്ഷിക്കുക. അപ്പോൾ അതാണ് പിണറായി വിജയൻ്റെ അടുത്ത് പോലീസിൻ്റെ ADGP ക്രമസമാധാന ചുമതലയുള്ള ആൾ പിണറായി വിജയനോട് പോയി പറയുകയാണ്, അങ്ങയുടെ മകൾക്കെതിരായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്, ചില ആൾക്കാർ മുദ്രാവാക്യം വിളിച്ചു, അവന്മാരെ ഞാൻ തല്ലി ഒതുക്കിയിട്ടുണ്ട്, പിന്നെ അങ്ങയുടെ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം ഞാൻ കൂട്ടിയിട്ടുണ്ട്, അങ്ങയുടെ സുരക്ഷയാണ് കേരളത്തിൽ പ്രധാനം, അങ്ങ് മഹാ നേതാവാണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹമാണ്. പിന്നെ അജിത് കുമാറാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പട്ടാളക്കാരൻ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സൈനിക മേധാവി എന്ന് വരും. അല്ലാതെ ഈ രാജ്യത്ത് വെറുപ്പ് വിതയ്ക്കുന്നതിനെക്കുറിച്ച്, ഈ ഹെയ്റ്റ് ട്യൂബർമാരായിട്ടുള്ള വൃത്തികെട്ട ആളുകൾ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു നടപടിയും ഇല്ലാത്ത പോലീസിന് പിണറായി വിജയൻ്റെ സുരക്ഷ കൂട്ടുക, പിണറായി വിജയൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന നിലയെടുക്കുക, അങ്ങനെ പിണറായി വിജയനെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിലനിർത്തുന്ന ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ മതി. ആ ഓഫീസർ, നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനിയായി കൊണ്ടു നടക്കുന്ന ഓഫീസർ, അയാൾ ഈ പാർട്ടിയും ഈ സർക്കാരും ഈ മുന്നണിയും മുന്നോട്ട് വെക്കുന്ന ആശയം പോലീസിൽ നടപ്പിലാക്കുന്നതിൽ വല്ല പണിയെടുക്കുന്നുണ്ടോ? അത് പിണറായി വിജയൻ്റെ കൺസേൺ അല്ല. വെറുപ്പ് എന്ന് പറയുന്ന ആശയം CPM-ൻ്റെ തന്നെ അടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസുകാരൻ വല്ല പണി അതിനകത്ത് എടുക്കുന്നുണ്ടോ? പിണറായി വിജയൻ്റെ കൺസേൺ അല്ല. തൻ്റെ മുന്നിലേക്ക് പ്രതിഷേധവുമായി വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ കരിങ്കൊടിക്കാരനെ ഇറങ്ങി തലയടിച്ച് പൊട്ടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ മിടുക്കൻ, അവന് എല്ലാ മാർക്കും ഉണ്ട്, മിടുക്കൻ ഉദ്യോഗസ്ഥൻ എന്ന മട്ടിലാണ് പോലീസിനെ കാണുന്നത് സംശയിക്കണം. അതുവരെയാണ് എൻ്റെ പോയിന്റ്. രണ്ടാമത് അജിംസ് പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടതാണ്. RSSകാരൻ എന്ന് കേരളം മുഴുവൻ ചൂണ്ടി ഒരു മനുഷ്യനെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ അയാളെ പൊക്കിയെടുത്ത് നിർത്തി റിവാർഡ് ചെയ്യുകയാണ്. അപ്പോൾ അതേത് നിലയ്ക്കുള്ള വോട്ടുകൾ ഇതുവഴിയൊക്കെ കൊണ്ടുവരുമെന്ന് സ്വാഭാവികമായും ആലോചിച്ചുകൂടാകില്ലല്ലോ. അപ്പോൾ അതിൻ്റെയും ആ തീരുടെയും സാധ്യത അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ 12-ാം മണിക്കൂറിലും പിണറായി വിജയൻ ഈ പോലീസുകാരനെ സംരക്ഷിക്കുന്നത് ഉറപ്പിച്ചു പറയേണ്ടി വരും.